ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോയാബീൻ ചങ്ക്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് സോയാബീൻ ചങ്ക്സ് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തിട്ട് നല്ല അതിന്റെ സൈസ് ഡബിൾ ആയിട്ടുണ്ടാകും. ഇനി നമുക്കിത് ഈ വെള്ളത്തിന്റെ അതൊന്ന് എല്ലാം എടുത്തിട്ട് മാറ്റി വെക്കാം. നമുക്കിത് ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. എന്നാലും മുഴുവൻ വെള്ളമൊന്നും നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത് പോകുന്നില്ല. ഇത് നല്ല ചൂട് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട്, അതായത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സോയാബീൻ്റെ ആ ഒരു സ്മെല്ലും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ജ്യൂസ് എല്ലാം മാറ്റി വെക്കണം. അങ്ങനെ നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൗഡർ ചേർക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇത് 1 ടീസ്പൂണ് ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പൊ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിന്റെ പൊടിയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഉപ്പ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം. അത് മസാല ഇതിൽ നന്നായിട്ട് മിക്സ് ആവാനുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് വരക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർക്കാം. അപ്പൊ ഇനി കോൺഫ്ലോർ കൂടി ചേർക്കുമ്പോൾ ഇത് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടും കൂടി കിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അതിൽ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, അത് ഒരു 4 പച്ചമുളക്. അത് ചെറിയൊരു പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3 ചേർത്താൽ മതി. ഇനി അതിൽ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ വേഗം സോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വേഗം തന്നെ അത് വഴന്നു വരും. അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു സ്മെല്ല്, വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് വരുമ്പോഴുള്ള നല്ലൊരു സ്മെല്ല് വരുന്ന ആ ഒരു ഇതുവരെ നമ്മൾ ഇതിനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോവാണ്ടിരിക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് പെരുംജീരകത്തിന്റെ പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളകെല്ലാം മാറി നല്ലൊരു മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ വഴറ്റിയെടുത്ത് കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ വഴറ്റിയിട്ട് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം.
ഇതൊരു ചെറിയ സൈസ് തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. ഇതിന് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ആദ്യം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റാം. എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. തിളച്ച വെള്ളമല്ല, നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായത്. ഇനി നമുക്കിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, മസാലയെല്ലാം നന്നായിട്ട് അടിഞ്ഞു കിട്ടുകയും ചെയ്യും, അതേസമയം കരിഞ്ഞു പോകുകയില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്കിത് എണ്ണ ഏകദേശം തെളിയുന്ന അത്രയും വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ കുക്ക് ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് നല്ലോണം ചേർക്കുന്നത് നല്ലതാണ്. അപ്പം എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എണ്ണ തെളിയുന്ന ആ ഒരു രീതിയിൽ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർക്കാം. ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കിതിനെ കുക്ക് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ കുക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് അതിന്റെ ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയെല്ലാം നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇതാ ഈ ഒരു സോയാ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാണ്ടിരിക്കാൻ പ്രത്യേകം നോക്കണം. അപ്പൊ കുറച്ച് ക്രിസ്പ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഓരോ പ്രാവശ്യവും കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർമ്മിക്കണം. കൂടുതൽ ഇടുന്ന സമയത്ത് അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടൂല. അപ്പൊ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലത്തെ ഒരു അരിപ്പ കോരിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ സോയാബീനെ കൊണ്ടുള്ള ഈ ഒരു മസാലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പച്ചച്ചോയ ഒന്നും ഉണ്ടാവില്ല. മറ്റേ മാതിരി സാധാരണ പോലെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഒരു പച്ചച്ചൊവ എന്തായാലും ചോദിക്കും. അപ്പൊ ഇതാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പായിട്ട് അത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയാബീൻ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില കുറച്ച് നല്ലോണം ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിന് ശേഷം നമുക്ക് അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ മസാലയെല്ലാം ഈ സോയാ ചങ്ക്സിലും ഇതിൻ്റെ അകത്തും പിടിച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും എല്ലാം അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഈ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.